പ്രിയരെ, നല്ലൊരു പ്രഭാതം ദൈവം ദാനമായി തന്നു. ഇന്ന് നാം ചിന്തിക്കുന്ന വാക്യം സങ്കീർത്തന പുസ്തകം 34 അധ്യായം 7 വാക്യം. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണത്തെക്കുറിച്ചാണ്. ദാനിയേൽ പ്രവാചകൻ സിംഹക്കൂട്ടിൽ വീണപ്പോൾ യഹോവയുടെ ദൂതൻ വന്ന് സിംഹങ്ങളുടെ വായടച്ചു. അങ്ങനെ ദാനിയേലിനെ ദൈവം അവിടെ നിന്ന് വിടുവിച്ചു. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തന്നെ തിരിഞ്ഞു നോക്കുക, എത്രയോ ആപത്തനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കടന്നു വന്നു. ഇപ്പോഴും നാം ജീവനോടെ ശേഷിക്കുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം കൊണ്ട് മാത്രമാണ്. പലപ്പോഴും പല അനർത്ഥങ്ങളും നമ്മളെ വിടുവിച്ചത് യഹോവയുടെ ദൂതന്മാരാണ്. അതുപോലെ തന്നെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ ബാലന്മാർ തീകൊണ്ടത്ത് വീണപ്പോഴും അവരെ വിടുവിച്ചത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ്. ഒരു തീയുടെ മണം പോലും ഏശാതെ അവർ പുറത്തു വന്നു. അങ്ങനെ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ യഹോവയുടെ ദൂതന്മാർ സംരക്ഷണം എല്ലാ കാലവും തൻ്റെ ഭക്തന്മാരുടെ കൂടെയിരുന്നു. ഇന്നും നമുക്കും യഹോവയുടെ ദൂതന്മാരുടെ സംരക്ഷണമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നാം ഇന്നും നമുക്ക് വന്നുകൊണ്ടിരുന്ന അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചത്. ബൈബിൾ പ്രകാരം പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവനെ വിടുവിക്കുന്നു. അപ്പം നമുക്ക് അസംഖ്യമായ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി ഉള്ളപ്പോൾ, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി ഉള്ളപ്പോൾ നാം ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി തീരണം. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സംരക്ഷണം ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം ഇന്നും നിലനിൽക്കുന്നത് ഭൂമിയിൽ. അല്ലെങ്കിൽ എന്നെ മൺമറഞ്ഞു പോയേനെ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നവരാണെങ്കിൽ, യഥാർത്ഥ ഒരു നീതിമാനാണെങ്കിൽ, നമ്മൾ അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിക്കും. യഹോവയുടെ ദൂതന്മാരുടെ സംരക്ഷണം നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിരിക്കും.